സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മനോഹരമായ കഠിനംകുളം കായലിൻ്റെ തീരത്തുള്ള ലേക്ക് പാലസ് റിസോർട്ടിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഒരു ടീം ഔട്ടിങ്ങിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവരവരുടെ ടീം ഓക്കേ. ഇനി ഫസ്റ്റ് 8 മെമ്പേഴ്സ് ഒരു ടീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് അവിടെ ഫസ്റ്റ് ആരും വരുന്നില്ല. ഹോട്ടലിലെ വിശാലമായ ഹാളിൽ ചില ഗെയിംസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഓർഗനൈസേഴ്സ്. കമ്പനിയിലെ യങ് ബ്ലഡിനാണ് ഇതിനൊക്കെയുള്ള ഉത്തരവാദിത്വം. അവരത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വളയത്തിൽ കൂടിയുള്ള ചാട്ടമാണ് ആദ്യത്തെ ഐറ്റം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ടീമുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലാണ് ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ലങ്സിൻ്റെ കപ്പാസിറ്റി അളക്കുന്ന ഒരു മത്സരമായിരുന്നു അടുത്തത്. ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് ബലൂൺ വീർപ്പിച്ച് ശ്വാസം പിടിച്ചുകൊണ്ട് അതിനെ ഒരു ടേബിളിൽ നിന്നും അടുത്ത ടേബിളിൽ കൊണ്ട് സുരക്ഷിതമായി വയ്ക്കുക എന്നതാണ് ടാസ്ക്. അതും ഒരു ടീം ഇവൻ്റ് ആയിരുന്നു. എന്തായാലും എല്ലാവരും വളരെ നന്നായി തന്നെ അതിനകത്തും പങ്കെടുത്തു. അടുത്ത ഐറ്റത്തിന് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമായിരുന്നു. ആ സമയം ഞങ്ങളുടെ ഇടയിലെ ഒരു കലാകാരനും കലാകാരിയും സംഗീതമധുരമായ അന്തരീക്ഷം ഉണ്ടാക്കി. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. സോറി. പിന്നെ കാല് 2 പൊട്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, വേറെ ആരെയും പൊട്ടിക്കാനും പറ്റത്തില്ല, പുറത്തൊന്നുമുള്ള ഡിസ്ക്വാളിഫൈ. മനസ്സിലായോ? അതെ, എതിർ ടീം അംഗങ്ങളുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ബലൂൺ ചവിട്ടി പൊട്ടിക്കുക എന്നതാണ് ടാസ്ക്. പൊട്ടാതെ ബലൂൺ ആരുടെയൊക്കെ കാലിലാണ് അവർ ജയിക്കും.
അത്യാവശ്യം പറന്നു പോകുന്ന ഒരു നമ്പറായിരുന്നു ഇത്. പലർക്കും കാലിൽ നല്ല ചവിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ആവേശം ഒട്ടും കളയാതെ ചവിട്ട് നാടകം, കുച്ചിപ്പുടി, ഭരതനാട്യം, അതോടൊപ്പം കരാട്ടെ, തായ്ക്കൊണ്ടോ എന്നിവയുടെയൊക്കെ സ്റ്റെപ്പുകളിട്ട് ജനം പൊരുതി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഗെയിംസിന് ശേഷം യുവനിരയുടെ എനർജറ്റിക്കായ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്കവിടെ അത്യാവശ്യം തരക്കേടില്ലാത്ത ബൊഫേ ലഞ്ചൊക്കെ കിട്ടി. ലഞ്ചിന് ശേഷം അവിടുത്തെ റിക്രിയേഷൻ റൂമിലേക്ക് കയറി. അവിടെ 2 പൂൾ ടേബിളുകളും പിന്നെ ചെസ്, ക്യാരംസ് എന്നീ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അതിലെല്ലാം പയറ്റി തുടങ്ങി. ഞാൻ വെളിയിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു സൈഡിൽ ആവേശകരമായ ഊഞ്ഞാലാട്ടം നടക്കുന്നു. പൊരിവെയിലിനെ വകവയ്ക്കാതെ ഒരു കൂട്ടർ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെ ഒരു നല്ല വാക്വേ ഉണ്ട്. ഞാൻ അതിലൂടെ പതുക്കെ നടന്നു തുടങ്ങി. വൈകുന്നേരമായതോടെ ജനങ്ങളൊക്കെ ഈ പൂളിലേക്ക് ചാടി തുടങ്ങി. ആ സമയത്ത് ഞാനും വെള്ളത്തിലായിരുന്നതിനാൽ തെറ്റിദ്ധരിക്കരുത്, പൂളിലെ വെള്ളത്തിലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒന്നും വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുവാൻ പറ്റിയില്ല. എന്തായാലും പൂളിൽ അർമാദിച്ച ശേഷം ഞങ്ങൾ കരയ്ക്ക് കയറി കാപ്പിയും പഴംപൊരിയും കഴിച്ചതിന് ശേഷം പിരിഞ്ഞു.